ഇപ്പോൾ കെ സുധാകരൻ തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ആലോചിക്കാനുമാണ് ഇന്നത്തെ യോഗം. അതുകൊണ്ടാണ് ഈ യോഗത്തെ ഞാൻ നേരിട്ട് വന്ന് അഡ്രസ് ചെയ്യുന്നത്. കോൺഗ്രസ് ഇന്ന് ഒരു രാഷ്ട്രീയമായി കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലില്ലാത്ത ഒരു കാലഘട്ടമാണ്. 2024 മറ്റൊരു തിരഞ്ഞെടുപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പാർലമെന്റും അസംബ്ലിയും ഒരുമിച്ചാവാനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. ആ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് റീസ്ട്രക്ചറിംഗ് നടത്തി പാർട്ടിക്ക് പുതിയ ഊർജം പകർന്ന് പുതിയ പ്രവർത്തകർ നിലയുണ്ടാക്കി സംഘടനാ രംഗത്ത് നഷ്ടപ്പെട്ടു പോയ കരുത്ത് വീണ്ടെടുക്കാനുള്ള പ്രവർത്തനമാണ് നമ്മൾ ആസൂത്രണം ചെയ്തത്. അടിത്തട്ടിൽ പാർട്ടി ദുർബലമാണ്. സർവേ നടത്തി 2-3 സർവേ നടത്തി. എല്ലാ സർവേകളിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ അടിത്തറ ഒരു 40% ദുർബലമാണ് എന്നതാണ് നമുക്കുള്ള റിപ്പോർട്ട്. രോഗം അറിഞ്ഞ് ചികിത്സിക്കുക എന്ന തത്വമാണ് നമ്മുടെ തത്വം. രോഗം അറിഞ്ഞാണ് ഞങ്ങൾ ഇപ്പോൾ ഈ ചികിത്സയ്ക്ക് പുറപ്പെട്ടത്. അപ്പൊ അവിടെ സെറ്റപ്പ് ഉണ്ടാക്കാൻ എന്താ മാർഗം, എന്താ ദൗർബല്യം പരിഹരിക്കാനുള്ള മാർഗം? അവിടെ ബൂത്ത് കമ്മിറ്റി വേണം. ബൂത്ത് കമ്മിറ്റിക്ക് അപ്പുറത്ത് ഏറ്റവും സുശക്തമായ മൈക്രോ യൂണിറ്റ് കമ്മിറ്റി, ഇപ്പൊ അതിന്റെ പേര് നമ്മൾ കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി എന്നാക്കി മാറ്റി. CMC, കോൺഗ്രസ് CUC എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതൊരു 25 കോൺഗ്രസ് കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു യൂണിറ്റാണ്, ഒരു പ്രാഥമിക യൂണിറ്റ്. ആ യൂണിറ്റിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അടിത്തട്ടിൽ അടിസ്ഥാനപരമായ കരുത്ത് നേടിയെടുക്കാൻ സാധിക്കുന്ന കർമ്മ പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആളുകൾ ഇല്ലാത്തയിടത്ത് എങ്ങനെയാണ് CUC ഉണ്ടാക്കുക എന്ന് നിങ്ങൾ ചോദിക്കാം. ഞങ്ങൾ 2,000-3,000 നമ്മൾ കേഡേഴ്സിന് നമ്മൾ റിക്രൂട്ട് ചെയ്യാം. 2000 കേഡർമാർ INTUCയിൽ നിന്ന് അവിടെ ലിസ്റ്റ് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. 1000 യൂത്ത് കോൺഗ്രസിന്റെ ലിസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ അവർ സമർപ്പിക്കും. അവരെല്ലാ ആളുകളെയും ഇരുത്തി അവർക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി വരുന്ന 3 വർഷത്തേക്ക് സ്വയം സമർപ്പണം ചെയ്ത കേഡർമാരായി അവർ മാറുകയാണ്. അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ ഞങ്ങൾ ഈ ആളില്ലാത്ത അല്ലെങ്കിൽ ദുർബലമായ ബൂത്ത് കമ്പനി ദുർബലമായ സ്ഥലത്തേക്ക് ഞങ്ങൾ അവരെ നിശ്ചയിക്കും. അവരവിടെ കെ സുധാകരൻ തൃശൂരിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.